കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടി. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 57 മുതലുള്ള തിരുവചന ഭാഗം. എലിസബത്തിന് പ്രസവ സമയമായി. അവളൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദന കർമ്മത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാൻ ആഗ്രഹിക്കുന്നെന്ന് അവൻ്റെ പിതാവിനോടവർ ആംഗ്യം കാണിച്ചു ചോദിച്ചു. അവനൊരു എഴുത്ത് പലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വാ തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. അവൻ കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പിതാവായ ദൈവം നമ്മെക്കുറിച്ച് ഒരു രക്ഷാകര പദ്ധതി മെനഞ്ഞു. തൻ്റെ മക്കൾ പാപം മൂലം ദൈവകൃപയിൽ നിന്ന് നിബന്ധിച്ചപ്പോൾ ഒരു വീണ്ടെടുക്കുവാനുള്ള ഒരു രക്ഷാകര പദ്ധതി. അതിൻ്റെ ഭാഗമായി ദൈവം തിരഞ്ഞെടുത്ത 3 വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട 3 വ്യക്തികൾ. ഒന്ന് തൻ്റെ തന്നെ മകൻ യേശു. രണ്ടാമതൊരാളാണ് പരിശുദ്ധ കന്യകാമറിയം, യേശുവിന് ജന്മം നൽകാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. മൂന്നാമതൊരാൾ കൂടിയുണ്ട്, അതാണ് യേശുവിന് മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാൻ. ഈ 3 പേരുടെയും ജനനത്തിരുന്നാൾ സഭയിൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. മറ്റൊരു ജനനത്തിരുന്നാളും ആഘോഷിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ 3 വ്യക്തികളുടെ ആ ഒരു ദൗത്യം എത്ര പ്രാധാന്യമുള്ളതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടേണ്ടതില്ല. ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് വ്യക്തത നമുക്ക് നൽകുന്ന ചില വചനഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൈവമക്കളായി നമ്മൾ ഈ രക്ഷ അനുഭവിച്ചും ആ രക്ഷയിലേക്ക് മറ്റുള്ളവരെ നയിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിന് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു, നമ്മളെല്ലാവരും സ്നാപക യോഹന്നാനെ പോലെ തന്നെ ആദ്യം മുതലേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു, നിയോഗിക്കപ്പെട്ടു എന്നുള്ളത് യെശയ്യാ പ്രവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലാണേലും എന്തെല്ലാം സംഭവിക്കണം, നാം ഏതെല്ലാം അനുഭവത്തിലൂടെ കടന്നു പോകണം, ഇതെല്ലാം ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു എന്ന കാര്യം നമ്മൾ തിരിച്ചറിയും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ നമ്മൾ കാണുന്ന 2 വചനങ്ങൾ കൂട്ടുവചനങ്ങളായിട്ട് കാണേണ്ടതാണ്. പഴയ നിയമത്തിൽ ജെറമ്യായുടെ പുസ്തകം 29 അതിൻ്റെ 11-ാമത്തെ വചനം, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, നാശത്തിന് വേണ്ടിയുള്ളതല്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, റോമ 8:28 സന്ദേശവും അതുതന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ മനസ്സുറപ്പിച്ചവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കണം, പ്രാർത്ഥിച്ചിരിക്കണം. അപ്പോൾ ദൈവം അനുവദിച്ചതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ 2-ാം വായനയിൽ ക്രിസ്ത്യാനിയെക്കുറിച്ചുള്ള
ഒരു ദൈവിക പദ്ധതി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്സയുടെ മകൻ ദാവീദിനെ ദൈവം രാജാവായി ഉയർത്തുമ്പോൾ അവിടെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. എൻ്റെ ഹൃദയത്തിനിണങ്ങുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടെത്തി, അതാണ് ദാവീദ്. അവനെ നീ അഭിഷേകം ചെയ്യണം. 1 സാമുവേൽ 16-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യർ ബാഹ്യഭാവം കണ്ട് വിധിക്കുന്നത് പോലെയല്ല ദൈവം വിധിക്കുക. ദൈവം എപ്പോഴും ആന്തരികത നോക്കുന്നവനാണ്. ആന്തരിക ഭാവത്തിന് മാർക്കിടുന്ന ഒരു ദൈവമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാമുവേലിനോട് ദൈവം ആവശ്യപ്പെട്ട ഒരു കാര്യം, നീ കുഴലിൽ തൈലവും എടുത്ത് ജസ്സയുടെ വീട്ടിലേക്ക് പോവുക. അവിടെ ചെല്ലുമ്പോൾ ജസ്സയുടെ മക്കളിൽ ഒരാളെ അഭിഷേകം ചെയ്യാനായിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരാം, അതവിടെ വെച്ച് ഞാൻ ചെയ്തോളാം. ഇത് പലർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. 1 വർഷത്തേക്കുള്ളതെല്ലാം കൂടെ ഒന്നിച്ചിങ്ങ് കിട്ടുമായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. അതാണ് പലരും ആഗ്രഹിക്കുക. ദൈവം ചെയ്യുന്ന അങ്ങനെയല്ല, ഓരോ ദിവസത്തേക്കുമുള്ളത് ദൈവം തരും. അതുകൊണ്ടാണ് അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കാൻ യേശു തന്നെ പഠിപ്പിച്ചത്. ആ കർത്തൃ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ് എന്ന് നമുക്കറിയാം. ഇവിടെ ദൈവം കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് ചാടി എഴുന്നേറ്റ് പോകുന്ന സാമുവേലിനെ കാണാൻ പറ്റും. വേറെ ചോദ്യങ്ങളൊന്നുമില്ലായിരുന്നു. നമുക്കറിയാം, നമ്മുടെ മക്കളിൽ നിന്നും ഓരോ ദിവസം എത്ര പ്രാവശ്യം വൈ, എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത് കേട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകണത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ദൈവം പറഞ്ഞു അതനുസരിച്ച് പോകുന്നത് കാണാൻ പറ്റും. നീ കർത്താവിൻ്റെ ഹൃദയത്തിന് യോജിച്ച വ്യക്തികളായിട്ട് നമ്മൾ മാറിയാൽ ഉറപ്പായിട്ടും ഇതുപോലത്തെ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. ചോദ്യം ചോദിക്കാതെ ദൈവത്തിൻ്റെ തിരുവിഷ്ടം എടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 21:18 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ശരിക്കും ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്ത്യാനിയായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ എന്താ? കയ്യും കെട്ടി നിന്ന് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. അവിടെ ചോദ്യങ്ങളൊന്നുമില്ല. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ, അനുവദിച്ചാൽ കയ്യും കെട്ടി നിന്ന് അത് അംഗീകരിച്ച് മുമ്പോട്ട് പോവുക. അതാണ് യഥാർത്ഥ വിശ്വാസം, അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് നാം തിരിച്ചറിയണം. സ്നാപക യോഹന്നാന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ വന്നിട്ട് അവനോട് ചോദിച്ചു, നീ തന്നെയാണോ വരാനിരിക്കുന്ന രക്ഷകൻ? നമ്മളാണെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും പറഞ്ഞേനെ. സ്നാപക യോഹന്നാൻ ചാടി പറഞ്ഞൊരു കാര്യം, അല്ല ഞാനല്ല, രക്ഷകൻ വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് അംഗീകരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് സ്നാപകൻ. വേണം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് നെഗറ്റീവ് പേഴ്സണാലിറ്റി ഉണ്ടാകാം. എന്നെ ഒന്നിനും കൊള്ളില്ല, ഉള്ള കഴിവ് പോലും അംഗീകരിക്കാതെ ജീവിക്കുന്നവർ. രണ്ടാമതൊരു കൂട്ടരുണ്ട്, ഇൻഫ്ലേറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയും. ഊതി വീർപ്പിക്കപ്പെട്ട വ്യക്തിത്വം, ഇല്ലാത്തതും ഉണ്ടെന്നവർ നടിക്കും. റോമ 12:3 പറഞ്ഞിരിക്കുന്നത്, ഇല്ലാത്ത മേന്മ ആരും ഭാവിക്കണം, അതിൻ്റെ ആവശ്യമില്ല. അതിനാണ് മൂന്നാമത്തെ ആ ഒരു വ്യക്തിത്വം നമുക്ക് വേണ്ടത്, റിയലിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയും. എനിക്ക് എൻ്റേതായിട്ടുള്ള നന്മകളുണ്ട്, കുറവുകളുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അവരുടേതായിട്ടുള്ള നന്മകളും കുറവുകളുമുണ്ട്. അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.